ലോകത്തിലാദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏതാണ്? ലോകത്തിലാദ്യമായിട്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒഡീസിയസ് ആണ്. ഒഡീസിയസ് 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ആദ്യ അമേരിക്കൻ ബഹിരാകാശ പേടകമാണ് ഒഡീസിയസ് എന്ന് പറയുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു സ്മാർട്ട് റിവിഷൻ ആണ്. വരുന്ന നമ്മുടെ ഡിഗ്രി മെയിൻസ് പരീക്ഷകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 2 ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്മാർട്ട് റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. സയൻസ് ആൻഡ് ടെക്നോളജി. ഇപ്പൊ നിങ്ങൾ മുന്നേ നടന്നിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് പരീക്ഷയായിരുന്നാലും മെയിൻസ് പരീക്ഷയായിരുന്നാലും നിങ്ങൾ അതിന്റെ ചോദ്യ പേപ്പറുകൾ ചെക്ക് ചെയ്ത് നോക്കും, മനസ്സിലാവും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗം ഇല്ലാത്ത ചോദ്യ പേപ്പറുകൾ വളരെ ചുരുക്കമാണ്, അല്ലെ? അതിപ്പോ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ISROയുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട് ആകാം, നാസയുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട് ആകാം, ടെക്നോളജിയിൽ ഡിഫൻസ് ടെക്നോളജി അല്ലെ, നമ്മുടെ DRDOയുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടുകളാകാം. അങ്ങനെ എന്ത് തന്നെ ആയിരുന്നാലും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന മേഖലയിൽ വന്നിട്ടുള്ള ഡെവലപ്മെന്റ്സും ഇന്നോവേഷൻസും ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കേണ്ടതുണ്ട്, അല്ലെ? ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകളാണ്. സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകൾ നമ്മൾ മിക്ക പരീക്ഷകൾക്കും സംസ്ഥാന സർക്കാരിന്റെ സ്കീമുകളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാറുണ്ട്, അല്ലെ? എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകളെ കുറിച്ച് കൂടി നമ്മൾ അറിയണം. നമ്മളൊരു ഡിഗ്രി തല മെയിൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, മുൻപ് ചോദിച്ചിട്ടുള്ള ഭാഗവുമാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നമ്മുടെ റിവിഷനിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോ ചോദ്യം ഇങ്ങനെയാണ്: ഭൂമിയിൽ നിന്ന് 2600 പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന 20,000 വർഷം പഴക്കമുള്ള സൂപ്പർനോവ അവശിഷ്ടമായിട്ടുള്ള സിഗ്നസ് ലൂപ്പിനെ കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ ദൗത്യം ഏതാണ്? അപ്പോ ഭൂമിയിൽ നിന്ന് 2600 പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു സൂപ്പർനോവയുടെ അവശിഷ്ടമാണ് എന്താ? സിഗ്നസ് ലൂപ്പ് എന്ന് പറയുന്ന സൂപ്പർനോവ. നിങ്ങൾക്കറിയാം നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് വിവരങ്ങൾ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് നമുക്ക് ഡേറ്റകൾ കിട്ടുന്ന നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് സൂപ്പർനോവകളും ന്യൂട്രോൺ സ്റ്റാറുകൾ എന്നൊക്കെ പറയുന്നത്, അല്ലെ? അപ്പോ ഈ സൂപ്പർനോവയുടെ ഒരു അവശിഷ്ടം അല്ലെങ്കിൽ ഒരു ഭാഗമാണ് സിഗ്നസ് ലൂപ്പ് എന്ന് പറയുന്നത്. സിഗ്നസ് ലൂപ്പ്. ഈ സിഗ്നസ് ലൂപ്പിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള അപ്പോൾ 20,000 വർഷം പഴക്കമുള്ള ലൂപ്പാണ് സിഗ്നസ് ലൂപ്പ് എന്ന് പറയുന്നത്. 20,000 വർഷം പഴക്കമുള്ള സൂപ്പർനോവയുടെ അവശിഷ്ടമാണ് സിഗ്നസ് ലൂപ്പ് എന്ന് പറയുന്നത്. ഈ സിഗ്നസ് ലൂപ്പിനെ കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ ദൗത്യം ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിക്കേ, അർത്തമീസ് തന്നിട്ടുണ്ട്, ജ്യൂസ് തന്നിട്ടുണ്ട്, ക്ലിപ്പർ തന്നിട്ടുണ്ട്, ഇൻഫ്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ആദ്യത്തെ 3 ഓപ്ഷനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും, അല്ലെ? എന്താണ് അർത്തമീസ് എന്ന് പറയുന്നത്? അർത്തമീസ് നാസയുടെ മിഷൻ തന്നെയാണ്, അല്ലെ? നാസയുടെ മിഷൻ ആണ്. പക്ഷെ നാസയുടെ മൂൺ മിഷൻ ആണ് അർത്തമീസ് എന്ന് പറയുന്നത്, അല്ലെ? നാസയുടെ മൂൺ മിഷൻ ആണ്. അതായത് അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യനെ ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്യിക്കാനുള്ള നാസയുടെ അടുത്ത ദൗത്യമാണ് അർത്തമീസ് എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, 2005 അല്ലെങ്കിൽ 2025 അല്ലെങ്കിൽ 2026 നാസ വിക്ഷേപിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ദൗത്യമാണ് അർത്തമീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അർത്തമീസ് നാസയുടെ ദൗത്യമാണെങ്കിലും അതൊരു മൂൺ മിഷൻ ആയതുകൊണ്ട് അത് ആൻസർ ആയിട്ട് വരില്ല. ഇനി അടുത്ത് നോക്കിക്കേ, ജ്യൂസ്. ജ്യൂസ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ IC മൂൺ മിഷൻ ആണ്. ജൂപ്പിറ്റർ IC മൂൺസ് മിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ജ്യൂസ് എന്ന് പറയുന്നത്. ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പദ്ധതിയാണ്. നമ്മുടെ വ്യാഴത്തെക്കുറിച്ചും അതിന്റെ ഗ്രഹങ്ങളെ കുറിച്ചും, പ്രത്യേകിച്ച് വ്യാഴത്തിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് പഠിക്കാനായിട്ടുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പദ്ധതിയാണ് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അതും ആൻസർ ആയിട്ട് വരത്തില്ല, അല്ലെ? നാസയുടെ പദ്ധതി അല്ല. ഇനി ക്ലിപ്പർ. ക്ലിപ്പർ എന്ന് പറയുന്നത് നാസയുടെ ദൗത്യമാണ്. ക്ലിപ്പർ ആരുടെ ദൗത്യമാണ്? നാസയുടെ ദൗത്യമാണ്. പക്ഷേ നമ്മുടെ വ്യാഴത്തിന്റെ ഗ്രഹമായിട്ടുള്ള
യൂറോപ്പയെ കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ക്ലിപ്പർ. ഇതിനെ യൂറോപ്പ ക്ലിപ്പർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ ക്ലിപ്പർ എന്ന് പറയുന്ന നാസയുടെ ദൗത്യമാണ്. പക്ഷെ എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളതാണ്? നമ്മുടെ വ്യാഴത്തിന്റെ ഗ്രഹമായിട്ടുള്ള യൂറോപ്പയെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള നാസയുടെ ദൗത്യമാണ് ക്ലിപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും അല്ലെങ്കിൽ നമുക്കറിയാം ആൻസർ എന്താണ്? ഇൻഫ്യൂസ് ആണ് അല്ലെ? ആൻസർ എന്താണ്? ഇൻഫ്യൂസ്. എന്താണ് ഇൻഫ്യൂസ് എന്ന് നമുക്ക് നോക്കിയാലോ. ഇന്റഗ്രൽ ഫീൽഡ് അൾട്രാ വയലറ്റ് സ്പെക്ട്രോസ്കോപ്പ് എക്സ്പെരിമെന്റ് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇന്റഗ്രൽ ഫീൽഡ് അൾട്രാ വയലറ്റ് സ്പെക്ട്രോസ്കോപ്പ് എക്സ്പെരിമെന്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിഗ്നസ് ലൂപ്പിനെ കുറിച്ച്, സിഗ്നസ് ലൂപ്പ്, അപ്പൊ സിഗ്നസ് ലൂപ്പ് നമ്മൾ ലൂപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് നമുക്ക് ഒരുപാട് ഡേറ്റകൾ തരാൻ സാധിക്കുന്ന നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എന്താണ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള വ്യവസ്ഥകളാണ് ഈ പറയുന്ന നമ്മുടെ ന്യൂട്രോൺ സ്റ്റാറുകളും സൂപ്പർനോവകളും തമോഗർത്തങ്ങളും ഒക്കെ അല്ലെ? അപ്പോ ഈ ഒരു സൂപ്പർനോവയുടെ അവശിഷ്ടമായിട്ടുള്ള സിഗ്നസ് ലൂപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നക്ഷത്രങ്ങളുടെ ജീവിത ചക്രം പര്യവേക്ഷണം ചെയ്യാനായിട്ട്, എങ്ങനെയാണ് നക്ഷത്രങ്ങൾ ഫോം ചെയ്യുന്നത്, നക്ഷത്ര വ്യവസ്ഥകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ സയന്റിസ്റ്റുമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനായിട്ട് അല്ലെങ്കിൽ അത് കിട്ടാനായിട്ട് സഹായിക്കും. സോ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സിഗ്നസ് ലൂപ്പിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഇൻഫ്യൂസ് എന്ന് പറയുന്ന ദൗത്യം നാസ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഇൻഫ്യൂസ് ദൗത്യം എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇൻഫ്യൂസ് എന്ന് പറയുന്നത് നാസയുടെ ദൗത്യമാണെന്ന് ഓർത്തു വെക്കുക. ഇനി നിങ്ങളോട് ചോദിക്കും എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളതാണ്? സിഗ്നസ് ലൂപ്പിനെ കുറിച്ച് പഠിക്കാനാണ് അല്ലെ? നക്ഷത്രങ്ങളുടെ, നക്ഷത്ര വ്യവസ്ഥകളുടെ രൂപപ്പെടലിനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഏകദേശം 20,000 വർഷം പഴക്കമുള്ള സൂപ്പർനോവ അവശിഷ്ടമായിട്ടുള്ള സിഗ്നസ് ലൂപ്പിനെ കുറിച്ച് പഠിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ഇൻഫ്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് മാത്രം എന്ത് ചെയ്യുക? ഒരു തംസപ്പ് ഇടുക. അടുത്തതിലേക്ക് പോകാം. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ISROയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വഴി VSSC വഴി എയ്റോസ്പേസ് വാഹനങ്ങളുടെ എയ്റോഡൈനാമിക് ഡിസൈനും വിശകലനവും സുഗമമാക്കുന്നതിന് പുറത്തിറക്കിയിട്ടുള്ള ഉപകരണം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ISROയുടെ എയ്റോസ്പേസ് വാഹനങ്ങൾ ഉണ്ട് അല്ലെ? അപ്പോ ഈ എയ്റോസ്പേസ് വാഹനങ്ങളുടെ ഡിസൈനും വിശകലനവും, എയ്റോഡൈനാമിക് ഡിസൈൻ എങ്ങനെയായിരിക്കണം, ആ ഡിസൈന് കൃത്യമായിട്ട് വിശകലനം ചെയ്യാനൊക്കെ ആയിട്ട് ISRO പുറത്തിറക്കിയ വാഹനം അല്ലെങ്കിൽ ഉപകരണം, ഒരു ടൂൾ ആണ് ഏതെന്ന് പറയുന്നത്? പ്രവാഹ എന്ന് പറയുന്നത്. പ്രവാഹ. ഓക്കെ, പ്രവാഹ. നോക്കിക്കേ, ഇവിടെ സഖി എന്ന് തന്നിട്ടുണ്ട്. സഖി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സഖി ISROയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഗഗൻയാൻ ദൗത്യം നിങ്ങൾക്കറിയാമോ? ISROയുടെ ആദ്യത്തെ മാൻഡ് മിഷൻ ആണ് ഗഗൻയാൻ എന്ന് പറയുന്നത് അല്ലെ? ആ ഗഗൻയാനില് നമ്മുടെ മലയാളി ആയിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ ഉൾപ്പെട്ടിട്ടുള്ള ഒരു 4 പേരാണ് എന്ത് ചെയ്യുന്നത്? ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോ ഈ പറയുന്ന ഗഗൻയാനിലുള്ള നമ്മുടെ യാത്രികരെ, അതായത് നമ്മുടെ ബഹിരാകാശ സഞ്ചാരികളെ ഒന്ന് അസിസ്റ്റ് ചെയ്യുന്നതിനായിട്ട്, അവരുടെ കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നതിനായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് സഖി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കേട്ടോ. സഖി. ഇനി എന്താണ് ഹനുമാൻ എന്ന് പറയുന്നത്? ഹനുമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ചാറ്റ് ജി പി ടി മാതൃകയിലുള്ള ചാറ്റ് ബോട്ട് ആണ് ഹനുമാൻ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ചാറ്റ് GPT മാതൃകയിലുള്ള ചാറ്റ് ബോട്ട് ആണ് ഹനുമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പ്രവാഹ എന്ന് നോക്കാം. ISRO വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വഴി എയ്റോസ്പേസ് വാഹനങ്ങളുടെ എയ്റോഡൈനാമിക് ഡിസൈനും വിശകലനവും സുഗമമാക്കുന്നതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉപകരണം അഥവാ ഒരു ടൂളാണ് പ്രവാഹ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പ്രവാഹ സോഫ്റ്റ്വെയർ അഥവാ
പാരലൽ റാൻ സോൾ ഫോർ എയ്റോസ്പേസ് വെഹിക്കിൾ എയ്റോ തെർമോഡൈനാമിക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ പാരലൽ റാൻ സോൾവർ ഫോർ എയ്റോസ്പേസ് വെഹിക്കിൾ എയ്റോ തെർമോഡൈനാമിക് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ എയ്റോസ്പേസ് വാഹനങ്ങളുടെ ISROയുടെ എയ്റോസ്പേസ് വാഹനങ്ങളുടെ എയ്റോഡൈനാമിക് ഡിസൈൻ ഉണ്ട്. ആ എയ്റോഡൈനാമിക് ഡിസൈനിനെ കുറിച്ചുള്ള വിശകലനം നടത്തുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, പ്രവാഹ എന്ന് പറയുന്നത് കേട്ടോ, പ്രവാഹ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ചന്ദ്രനിൽ ആദ്യ റെയിൽവേ സംവിധാനം നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ച ബഹിരാകാശ സംഘടന ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എത്ര ചോദ്യമായി? നമുക്കിപ്പോ മൂന്നാമത്തെ ചോദ്യമാണ് അല്ലെ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ചന്ദ്രനിൽ ആദ്യ റെയിൽവേ സംവിധാനം. കുറച്ച് കൗതുകം തോന്നുന്നു അല്ലെ. നമ്മുടെ ഭൂമിയിലെ റെയിൽവേ സംവിധാനമുണ്ട്, ചന്ദ്രനിൽ ആദ്യ റെയിൽവേ സംവിധാനം നിർമ്മിക്കാനുള്ള പദ്ധതി അവതരിപ്പിച്ചത് ആരാണ്? അത് വേറെ ആരുമല്ല, നാസയാണ്. നാസയാണ് ചന്ദ്രനിൽ ആദ്യമായിട്ട് റെയിൽവേ സംവിധാനം കേട്ടോ. അപ്പോ നമ്മുടെ പേലോഡുകൾ നിങ്ങൾക്കറിയാം. ഇപ്പൊ നമ്മൾ ഒരു മിഷൻ വിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ മിഷനിലും ഏത് മിഷനാണ് നമ്മൾ അയക്കുന്നത്, അപ്പൊ നമ്മൾ ഓരോ ഗ്രഹത്തിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മിഷനുകളെ അയക്കുന്നത്. അപ്പൊ അവിടെ എത്തിയതിനു ശേഷം അവിടെ ചില സയന്റിഫിക് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചില സയന്റിഫിക് ഉപകരണങ്ങൾ കൂടി ആ മിഷന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിക്ഷേപിക്കാറുണ്ട്. അവയാണ് നമ്മൾ പേലോഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 7 പേലോഡുകളൊക്കെ നമ്മൾ പഠിച്ചവരാണ് അല്ലെ. ഷേപ്പ്, അതുപോലെ തന്നെ ചാസ്റ്റ്, APXS, ലിബ്സ് എന്നൊക്കെ പറയുന്ന 7 പേലോഡുകളൊക്കെ നമ്മൾ പഠിച്ച ആളുകളാണ്. ഓക്കെ, അപ്പൊ പേലോഡുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഈ പേലോഡുകളിലെ ഗതാഗതത്തില് പേലോഡുകൾക്ക് അവിടെ സഞ്ചരിക്കാനൊക്കെ ആയിട്ട് ആദ്യത്തെ ചാന്ദ്ര റെയിൽവേ സംവിധാനം നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് നാസ മുന്നോട്ട് വെച്ചത്. അപ്പോ ഈ ഒരു റെയിൽവേ അല്ലെങ്കിൽ ഈ ഒരു ചാന്ദ്ര പ്രതലത്തില് ചാന്ദ്ര റെയിൽവേ സംവിധാനത്തിന് നാസ നൽകിയിരിക്കുന്ന പേരാണ് ഫ്ലോട്ട് അഥവാ ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക് എന്ന് പറയുന്നത്. അതായത് ഈ ട്രാക്കിലൂടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പേലോഡുകൾക്കും ഈ പറയുന്ന പര്യവേക്ഷണം നടത്തുന്ന ഈ പേടകങ്ങൾക്കും സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ഫ്ലോട്ട് എന്താണ്? ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക്. ഓക്കെ, അപ്പോൾ ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക്. അപ്പൊ ഫ്ലോട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ജസ്റ്റ് ലൈക്ക് റെയിൽവേ ട്രാക്ക്. നാസയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് ചന്ദ്രനിൽ എന്ത് ചെയ്യുക, പേലോഡുകൾക്ക് സഞ്ചരിക്കാനായിട്ട് ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുക അല്ലെ. അപ്പോ ചന്ദ്രനിൽ ആദ്യ റെയിൽവേ സംവിധാനം, ഒരു റെയിൽവേ ട്രാക്ക് പോലെ. അപ്പൊ ചന്ദ്രനിൽ ആദ്യ റെയിൽവേ സംവിധാനം നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് നാസയാണ്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ നമുക്ക്. അടുത്തത് തൃഷ്ണ എന്ന് പറയുന്ന ISROയുടെ പദ്ധതി. തൃഷ്ണ എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഈ തൃഷ്ണ എന്ന് പറയുന്ന പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ തൃഷ്ണ എന്ന് പറയുന്ന ISROയുടെ പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യം ഏതാണ്? അമേരിക്കയാണോ, ജപ്പാനാണോ, ഫ്രാൻസ് ആണോ, റഷ്യ ആണോ എന്നാണ് ചോദ്യം. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. അപ്പൊ ഫ്രാൻസുമായിട്ട് സഹകരിച്ചിട്ട് കൊണ്ടുള്ള ISROയുടെ പദ്ധതിയാണ് തൃഷ്ണ അഥവാ തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് സാറ്റലൈറ്റ് ഫോർ ഹൈ റെസൊല്യൂഷൻ നാച്ചുറൽ റിസോഴ്സ് അസസ്മെന്റ് എന്ന് പറയുന്നത്. തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് സാറ്റലൈറ്റ് ഫോർ ഹൈ റെസൊല്യൂഷൻ നാച്ചുറൽ റിസോഴ്സ് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ISRO ഫ്രാൻസുമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ദൗത്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ചും ജലനിരപ്പിനെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പഠനം നടത്തുന്നതിനായിട്ടുള്ള ഒരു ഉപഗ്രഹ ദൗത്യമാണ് തൃഷ്ണ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 2 പേലോഡുകളായിരിക്കും തൃഷ്ണ വഹിക്കുന്നത്. പ്രധാനപ്പെട്ട 2 പ്രാഥമിക പേലോഡുകളായിരിക്കും വഹിക്കുന്നത്. നമ്മുടെ ജലത്തിന്റെ സാന്നിധ്യം, സാന്ദ്രത, അപ്പൊ ഭൂമിയിലെ മഞ്ഞുമലകൾ ഉരുകുന്നത് എങ്ങനെയാണ്, ഈ നമ്മുടെ ഭൂമിയിലെ താപനില വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ടുള്ള ഫ്രാൻസുമായിട്ട് സഹകരിച്ചിട്ടുള്ള ISROയുടെ ദൗത്യമാണ് തൃഷ്ണ എന്ന് പറയുന്നത് കേട്ടോ. തൃഷ്ണ
ഇനി അമേരിക്കയുടെ നാസയുമായിട്ട് സഹകരിച്ച് നമ്മുടെ ഇന്ത്യ ഒരു അടുത്ത് 2025 കൂടി വിക്ഷേപിക്കാവുന്ന ദൗത്യമാണ് നിസാർ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയുന്നത് നിസാർ നാസയുമായിട്ട് സഹകരിച്ചിട്ടുള്ള ISROയുടെ പദ്ധതിയാണ്. അതുപോലെ തന്നെ ജപ്പാനുമായിട്ട് സഹകരിച്ച് ഇന്ത്യ ലൂപ്പക്സ് എന്ന് പറയുന്ന ഒരു ദൗത്യം ജപ്പാനുമായിട്ട് സഹകരിച്ച് ചന്ദ്രനിലേക്ക് റോബോട്ടുകളെ യൂസ് ചെയ്തിട്ട് ചന്ദ്രനിൽ നിന്ന് മണ്ണും കല്ലും ഒക്കെ ശേഖരിച്ച് പര്യവേക്ഷണത്തിനായിട്ട് ഭൂമിയിൽ എത്തിക്കാനായിട്ടുള്ള പദ്ധതിയാണ് ഈ പറയുന്ന ലൂപ്പക്സ് എന്ന് പറയുന്ന ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. ഓക്കെ, ലൂപ്പക്സ് ദൗത്യം ജപ്പാനുമായിട്ട് ചേർന്നാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് വെക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ തൃഷ്ണ ആരുമായിട്ട് സഹകരിച്ച ISROയുടെ പദ്ധതിയാണ് ഫ്രാൻസുമായിട്ട് ഒരു ഇൻഡോ ഫ്രഞ്ച് ഇൻഫ്രാറെഡ് എർത്ത് നിരീക്ഷണ ഉപഗ്രഹ ദൗത്യമാണ്. ഇൻഡോ ഫ്രഞ്ച് ഇൻഫ്രാറെഡ് എർത്ത് നിരീക്ഷണ ഉപഗ്രഹ ദൗത്യമാണ് ഭൂമിയിലെ ഉപരിതല താപനിലയും ജലനിരപ്പും നിരീക്ഷിക്കുന്നതിനായിട്ട്. അടുത്ത ചോദ്യം, ലോകത്തിലാദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏതാണ്? ലോകത്തിലാദ്യമായിട്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒഡീസിയസ് ആണ്. ഒഡീസിയസ്. അപ്പൊ ഒഡീസിയസ് എന്ന് പറയുന്നത് US-ലെ ഹൂസ്റ്റൺ ആസ്ഥാനമായിട്ടുള്ള ഇൻറ്റ്യൂട്ടീവ് മെഷീൻസിന്റെ റോബോട്ട് ലാൻഡർ ആണ് ഒഡീസിയസ് എന്ന് പറയുന്നത്. ഒഡീസിയസ്. അപ്പോൾ ഒഡീസിയസ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ബഹിരാകാശ കമ്പനിയുടെ പേടകമാണ് ഒഡീസിയസ് എന്ന് പറയുന്നത്. 2024 ഫെബ്രുവരി 15 ഇത് വിക്ഷേപിച്ചത്. 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ആദ്യ അമേരിക്കൻ ബഹിരാകാശ പേടകമാണ് ഒഡീസിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒഡീസിയസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അർത്തമീസ് ദൗത്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നാസ അപ്പോളോ ദൗത്യത്തിന് ശേഷം നാസ മനുഷ്യനെ ചന്ദ്രനിലേക്ക് ഇറക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന പദ്ധതിയാണ് അർത്തമീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അർത്തമീസ് ചന്ദ്രയാത്ര ദൗത്യത്തിന് വേണ്ടിയിട്ട് അതിനുള്ള വിവരശേഖരണത്തിന് വേണ്ടിയിട്ടുള്ള 6 പേലോഡുകളും കൂടി ഈ ഒഡീസിയസിന്റെ കൂടെ നാസ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അവരുടെ അർത്തമീസ് ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ലോകത്തിൽ ആദ്യമായിട്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകമാണ് ഏതെന്ന് പറയുന്നത്? ഒഡീസിയസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ജപ്പാൻ നിങ്ങൾക്കറിയാം ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത 5ാമത്തെ രാജ്യം, ഇന്ത്യക്ക് ശേഷം ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്ത ജപ്പാന്റെ ലാൻഡറിന്റെ പേരാണ് സ്ലിം എന്ന് പറയുന്നത് കേട്ടോ. സ്ലിം ജപ്പാന്റെ ലാൻഡർ ആണ് കേട്ടോ. ഓക്കെ, മൂൺ സ്നിപ്പർ എന്ന് പറയുന്ന ദൗത്യം വഴി ജപ്പാന്റെ സ്ലിം എന്ന് പറയുന്ന ലാൻഡർ ആണ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഒഡീസിയസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 മാർച്ചിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? വോക്കൽ ഫോർ ലോക്കൽ എന്ന പദ്ധതി ആവിഷ്കരിച്ചത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണോ, നീതി ആയോഗാണോ, കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയമാണോ, സെബി ആണോ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് നീതി ആയോഗാണ്. അപ്പൊ നീതി ആയോഗാണ് വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന പദ്ധതി അടുത്തിടെ ആവിഷ്കരിച്ചത്. അപ്പൊ എന്താണ് ഈ പറയുന്ന വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന പദ്ധതി? നമുക്ക് നോക്കാം. 2024 മാർച്ച് 13 നീതി ആയോഗ് ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ കീഴിലാണ് ഈ ഒരു വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന സംരംഭം ആരംഭിച്ചത്. അപ്പോൾ ഈ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഗവേണൻസിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട്, ഓക്കെ, അതായത് നമ്മുടെ ഭരണം അല്ലെ, നമ്മുടെ ഗവൺമെന്റിന്റെ ഭരണം ക്വാളിറ്റി, ആ ഭരണത്തിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്ത് സിറ്റിസൺസിലേക്കുള്ള സർവീസ് ഡെലിവറിയുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് റിമോട്ട് ഏരിയകളുണ്ട്, റിമോട്ട് വില്ലേജുകളുണ്ട്. ഒരിക്കലും നമ്മൾ എത്ര ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞിരുന്നാലും അല്ലെങ്കിൽ എത്ര തന്നെ
നമ്മൾ അധികാര വികേന്ദ്രീകരണം നടത്തിയിരുന്നാൽ പോലും നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗത്തും ഇപ്പോഴും ഈ പറയുന്ന നമ്മുടെ ഗവൺമെന്റ് നൽകുന്ന ബെനിഫിറ്റുകൾ അറിയാത്ത പല ഭാഗങ്ങളും ഉണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള റിമോട്ട് ഏരിയകളിലേക്ക് നമ്മുടെ ഈ പറയുന്ന ഗവേണൻസിന്റെ ക്വാളിറ്റി എത്തിച്ച് അവിടെ സിറ്റിസൺസിന്റെ സർവീസിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സിറ്റിസൺസിന് നൽകുന്ന ആ സർവീസിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ എൻഹാൻസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം. ഈ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന് കീഴിൽ നീതി ആയോഗ് ആരംഭിച്ചതാണ് വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന പദ്ധതി. വോക്കൽ ഫോർ ലോക്കൽ. അപ്പൊ ഇതെന്ന് പറയുന്നത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു. നമ്മൾ പറഞ്ഞു റിമോട്ട് ഏരിയകളിലേക്ക് പോലും ഈ ഗവേണൻസിന്റെ ക്വാളിറ്റി എത്തിക്കാനായിട്ട് അല്ലെ. അപ്പം ആ ഒരു നിങ്ങൾക്കറിയാം കൂടുതലും ഇന്ത്യയിലെ വില്ലേജുകൾക്ക് അല്ലെ ഒരു ഗ്രാമത്തിൻ്റെതായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയുണ്ട്. അപ്പൊ ആ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു. അവിടുത്തെ അടിസ്ഥാന സംരംഭകത്വം എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അവരുടെ ചെറിയ ചെറിയ ചെറുകിട വ്യവസായങ്ങളും സംരംഭങ്ങളും എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. സ്വാശ്രയവും സുസ്ഥിര വളർച്ചയും എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് ഈ ഒരു നീതി ആയോഗിന്റെ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ക്യാമ്പയിൻ വഴി എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു നീതി ആയോഗിന്റെ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ക്യാമ്പയിന്റെ കീഴിൽ ആകാംക്ഷ എന്ന് പറയുന്ന ബ്രാൻഡിന് കീഴിൽ ആകാംക്ഷ ഓർത്തിരുന്നു, ആകാംക്ഷ എന്ന് പറയുന്ന ബ്രാൻഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീതി ആയോഗിന്റെ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട ബ്രാൻഡ് നെയിമാണ് ആകാംക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബ്രാൻഡിന് കീഴിൽ 500 ആസ്പിറേഷൻ ബ്ലോക്കുകളിൽ നിന്നുള്ള തദ്ദേശീയ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ഏകീകരിക്കുന്നു. പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ കരകൗശല മീൻസ് വിദഗ്ധര് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവിടുത്തെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവ എന്ത് ചെയ്യുന്നു, പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ഏകീകരിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഏകീകരിച്ച് അവർക്ക് എന്ത് ചെയ്യുക, അവരുടെ സർവീസിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ആകാംക്ഷ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാംക്ഷ നീതി ആയോഗിന്റെ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ക്യാമ്പയിന്റെ ബ്രാൻഡാണ് ആകാംക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തതിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം. അടുത്തിടെ കേന്ദ്ര സർക്കാർ ആർക്കു വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് നമസ്തേ എന്ന് പറയുന്ന പദ്ധതി. നമസ്തേ. അപ്പൊ നമസ്തേ എന്ന് പറയുന്ന പദ്ധതി ആർക്കു വേണ്ടി ആരംഭിച്ച പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ശുചീകരണ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നമസ്തേ എന്ന് പറയുന്ന പദ്ധതി. ശുചീകരണ തൊഴിലാളികൾ. നോക്കിക്കേ, നമ്മുടെ സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെയും ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെയും സംയുക്തമായിട്ടുള്ള സംരംഭമാണ് നമസ്തേ എന്ന് പറയുന്ന പദ്ധതി. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെയും ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമാണ് നമസ്തേ എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ നിങ്ങൾക്കറിയാം വളരെ അപകടകരമായിട്ടുള്ള ഒരു ജോലിയാണ് ഈ സെപ്റ്റിക് ടാങ്ക് ശുചീകരണ പ്രവർത്തനം അല്ലെങ്കിൽ മലിനജലത്തിലുള്ള ശുചീകരണ പ്രവർത്തനം. നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മുടെ കേരളത്തിലെ ആമയിഴഞ്ചൻ തോട്, തിരുവനന്തപുരത്തെ ആമയിഴഞ്ചൻ തോട് ശുചിയാക്കാൻ ഇറങ്ങിയ ആ ഒരു ശുചീകരണ തൊഴിലാളിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടതാണ് അല്ലെ. അപ്പോൾ അത് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ ഈ ഒരു ജോലിയിൽ നിന്ന് തൊഴിലാളികളെ അതായത് പലപ്പോഴും നിങ്ങൾക്കറിയാം മറ്റൊരു ജോലിയും ചെയ്യാനില്ലാതെ അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലേക്കും പ്രവേശിക്കാനായിട്ട് പറ്റാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ജോലികളിലേക്ക് മനുഷ്യർ പോകുന്നത് അല്ലെ. പലപ്പോഴും നമ്മുടെ കോടതികൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് യന്ത്രങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്നുള്ള പല വേർഡിക്റ്റിലേക്കും കോടതികൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് മനുഷ്യർ പല സെപ്റ്റിക് ടാങ്കുകളിൽ ഇറങ്ങുകയും ശുചീകരണം നടത്തുകയും ചെയ്യുന്നുണ്ട്. സോ അപ്പൊ അത് നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നമസ്തേ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ. കണ്ടോ, സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ എന്തിനെ യൂസ് ചെയ്യണം? ഈ ഒരു മെഷീൻസിനെ യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന സ്ഥാപനം ഇത്തരത്തിൽ ഈ മാൻഹോൾ ക്ലീനിങ്ങിനായിട്ടുള്ള യന്ത്രങ്ങളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആമയിഴഞ്ചൻ തോടില് കാണാതെ പോയ ആ ഒരു തൊഴിലാളിയെ കണ്ടുപിടിക്കാനായിട്ടും ജെൻ റോബോട്ടിക്സിന്റെ ബാൻഡിക്കൂട്ട് എന്ന് പറയുന്ന റോബോട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ബാൻഡിക്കൂട്ട് ജെൻ റോബോട്ടിക്സിന്റെ ആണ് ആ റോബോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് നാഷണൽ ലെവലിൽ വളരെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു റോബോട്ടാണ് ബാൻഡിക്കൂട്ട്.
ഇപ്പൊ നമസ്തേ സ്കീം എന്ന് പറയുന്നത് സ്വച്ഛ് ഭാരത് മിഷന് ശേഷം സമൂഹത്തിന്റെ ആരോഗ്യവും ശുചിത്വവും നിലനിർത്തുന്നതിൽ ഈ ശുചിത്വ തൊഴിലാളികൾ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഇവരല്ലെങ്കിൽ പിന്നെ ആര്, അല്ലെ? പലപ്പോഴും ഈ റോബോട്ടുകളോ അല്ലെങ്കിൽ മെഷീൻസോ എത്താത്ത സ്ഥലത്ത് പലപ്പോഴും നമ്മുടെ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളികൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പലപ്പോഴും അവരുടെ ജീവൻ എന്താണ്, ആപത്താണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവന്നത്. ഈ പദ്ധതി വഴി അവർക്ക് എന്ത് ചെയ്യുന്നു? ശുചീകരണ പ്രവർത്തനങ്ങളിലെ മരണങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു? വൈദഗ്ധ്യം നൽകുന്നു. വൈദഗ്ധ്യവും മറ്റു തൊഴിലുകളിലുമുള്ള സ്കിൽ അവർക്ക് നൽകുന്നു. എന്നിട്ട് അവർക്ക് മറ്റു ഉപജീവന മാർഗത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അവരെ തിരിച്ചുവിട്ട് അവരെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? അവർക്ക് കൂടുതൽ സ്കില്ലുകൾ നൽകി മറ്റു മേഖലയിലേക്കും ഇതര ഉപജീവന മാർഗങ്ങളിലേക്കും നമ്മുടെ ശുചീകരണ തൊഴിലാളികളെ മാറ്റി അവരെ ശാക്തീകരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് നമസ്തേ എന്ന് പറയുന്ന പദ്ധതി. ശുചീകരണ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നമസ്തേ. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയാലോ. ഇന്ത്യയിലെ ദുർബലരായിട്ടുള്ള ആദിവാസി വിഭാഗങ്ങളിൽ നമുക്കറിയാം പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ്, അവരുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമം ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? അടുത്തിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ ഒരു പ്രത്യേകിച്ച് ദുർബലരായിട്ടുള്ള ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമം ലക്ഷ്യമിടുന്ന പദ്ധതി. PM കൗശൽ സമ്മാൻ, PM ജന്മൻ, PM ഗോത്രസേവ, PM രാഷ്ട്രീയ സ്വാസ്ഥ്യ. അപ്പോൾ ഇതിൽ ഏത് പദ്ധതിയാണ് ഈ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ടുള്ള പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് PM ജന്മൻ പദ്ധതിയാണ്. PM ജന്മൻ പദ്ധതിയാണ് ഈ പറയുന്ന പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ. 2023 നവംബർ 15 പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പർട്ടിക്കുലർ വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ സാമൂഹിക സാമ്പത്തിക ക്ഷേമം ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്. സാമൂഹിക സാമ്പത്തിക ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്താ? PM ജന്മൻ പദ്ധതി. കേട്ടോ, PM ജന്മൻ പദ്ധതി, അത് ഓർത്തിരിക്കുക. അടുത്തത്, കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഡ്രോണുകൾ നൽകിക്കൊണ്ട് വനിതാ ശാക്തീകരണം നടത്താനായിട്ട് ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഡ്രോണുകൾ നൽകിക്കൊണ്ട് വനിതാ ശാക്തീകരണം നടത്താനായിട്ട് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഏത് പദ്ധതി? നമോ ഡ്രോൺ ദീദി പദ്ധതി. നമോ ഡ്രോൺ ദീദി പദ്ധതി. അപ്പൊ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ സ്വയം സഹായ സംഘങ്ങളുണ്ട്, അല്ലെ? വനിതകൾക്ക് വേണ്ടിയുള്ള സ്വയം സഹായ വനിതാ സംഘങ്ങളുണ്ട്. ഈ സ്വയം സഹായ വനിതാ സംഘങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രോൺ പരിശീലനം നൽകുന്നു. ഇപ്പൊ നിങ്ങൾക്കറിയാം, സാധാരണയായിട്ട് കീടനാശിനി തളിക്കാനായിട്ടും അതുപോലെ തന്നെ ആ ഒരു ഫീൽഡിന്റെ കൃത്യമായിട്ടുള്ള രൂപരേഖ കിട്ടാനും ഒക്കെ ആയിട്ട് അവർക്ക് പലപ്പോഴും വനിതകൾക്ക് പുരുഷന്മാരുടെ ആവശ്യം വേണ്ടി വരാറുണ്ട്, അല്ലെ? പുരുഷന്മാരുടെ അല്ലെങ്കിൽ ഇപ്പൊ പുരുഷന്മാരില്ലെങ്കിൽ അവര് പുറത്തുനിന്ന് മീൻസ് അവരെന്ത് ചെയ്യാറുണ്ട്? ആളുകളെ ജോലിക്ക് എടുക്കാറുണ്ട്. പലപ്പോഴും അത് സ്ത്രീകൾക്ക് ചെയ്യാനായിട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ, അല്ലെ? ഈ ഡ്രോൺ കൃത്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അപ്പോ എന്നാൽ വനിതകൾക്ക് തന്നെ കൃഷി മേഖലയിൽ ഈ കൃഷി ആവശ്യങ്ങൾക്ക് ഈ ഡ്രോണുകൾ ഉപയോഗിക്കാനായിട്ടുള്ള പരിശീലനം നൽകാനായിട്ടുള്ള പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി എന്ന് പറയുന്നത്. ഏകദേശം 15,000 വനിതാ സ്വയം സഹായ സംഘങ്ങളെ ശാക്തീകരിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇവിടെ നമുക്ക് കേരളത്തിലാണെങ്കിൽ കുടുംബശ്രീ വഴിയാണ് ഈ ഡ്രോൺ പരിശീലനം വനിതകൾക്ക് നൽകുന്നത്. കുടുംബശ്രീ വഴി ഡ്രോൺ പരിശീലനം വനിതകൾക്ക് നൽകുന്നു. ഗ്രാമീണ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് സാങ്കേതിക വിദ്യ എന്ത് ചെയ്യുന്നു? ഉപയോഗപ്പെടുത്തുന്നു. കാർഷിക വിപ്ലവത്തിന്റെ മുൻനിരയിലേക്ക് വനിതകളെയും കൊണ്ടുവരുന്ന പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഡ്രോൺ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കാനായിട്ട് വനിതകൾക്ക് എന്ത് നൽകുന്നു? പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദ്യത്തിന് ആൻസർ കിട്ടിയായിരുന്നോ? എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം
ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ, പുതിയ എന്തെങ്കിലും ഫാക്ട് നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ അറിയിക്കുക. ഈ രണ്ട് ഭാഗവും ഒരുപാട് കുട്ടികൾ നമ്മളെ ക്ലാസ്സിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ്. കേന്ദ്ര സർക്കാർ പദ്ധതികൾ എടുക്കണമെന്നും സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ എടുക്കണമെന്നും കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ആവശ്യപ്രകാരമാണ് ഈ ക്ലാസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള ക്ലാസ് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്കിനി വീണ്ടും അടുത്ത സീരീസുമായിട്ട് ഉടനെ കാണാം.